വീണ്ടും ന്യൂസ് മലയാളം പ്രീ പോൾ സർവേ 2026 തുടരുകയാണ്. സനീഷ, ഇതിനകത്തൊരു കാര്യം, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കാണിച്ചു. ഇനിയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും വരാനുണ്ട്. അതിനിടയിൽ നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു കാര്യം, എങ്ങനെയായിരുന്നു ഈ സർവേ നടന്നത്? പലപ്പോഴും പല സർവേകളെക്കുറിച്ചും ആളുകൾ പരിഹസിക്കാറുണ്ട്. ഇത് ടേബിൾ ടോപ്പ് സർവേ ആണ്, ഇവന്മാരെല്ലാം കൂടെ കൂടിയിരുന്ന് കുത്തിക്കുറിച്ചുണ്ടാക്കിയ സർവേ ആണെന്നൊക്കെ പല സർവേകളെക്കുറിച്ചും പറയാറുണ്ട്. പല സർവേകളും ഏതാണ്ട് അങ്ങനെയാണോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ സർവേ, ഇതിൻ്റെ മെത്തഡോളജി വളരെ കൃത്യമായി നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൂടി ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മളിതിങ്ങനെ വെറുതെ അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണോ ഈ വിവരങ്ങൾ എന്നുള്ളത് ജനം മനസ്സിലാക്കണമല്ലോ. അതുകൂടി അറിയണം. ഇന്നലെ പലരും, അതായത് LDFിൻ്റെയും UDFിൻ്റെയും NDAയുടെ ഒക്കെ ആളുകൾ പലരും വിളിച്ചിട്ട് ഇതിൻ്റെ സാമ്പിൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അതായത് എങ്ങനെയാണ് നിങ്ങളുടെ മെത്തഡോളജി? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ തന്നെ കാര്യങ്ങൾ ഇടയ്ക്ക് പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടി വിശദമാക്കി തരാം നാളെ. ഇതിൻ്റെ സൂക്ഷ്മമായ വിവരങ്ങൾ നമ്മൾ ഏതൊരു സർവേയുടെയും കൃത്യത, അതിൻ്റെ സാമ്പിളിങ്ങിലെ ശാസ്ത്രീയതയും അതുപോലെ തന്നെ അതിൻ്റെ മെത്തഡോളജിയിലെ സൂക്ഷ്മതയും ഒക്കെയാണ്. വിദഗ്ധരായ സെഫോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ പരിശീലനം സിദ്ധിച്ച എന്യൂമറേറ്റർമാർ കേരളത്തിലെ 14 ജില്ലകളിലെയും വീടുകളിൽ നേരിട്ട് ചെന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത്. 14 ജില്ലകളിലെ 60 മണ്ഡലങ്ങളിലെ നിശ്ചിത പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് സാമ്പിളുകളെ തെരഞ്ഞെടുത്തത്. ആ 60 മണ്ഡലങ്ങളെ തിരഞ്ഞെടുത്തതും ശാസ്ത്രീയമായി തന്നെയാണ്. കേരളത്തിലെ ഓരോ ജില്ലയിലെയും ജനസംഖ്യാ പ്രാതിനിധ്യം അനുസരിച്ചുള്ളതാണ് സാമ്പിൾ. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സർവേ സാമ്പിളിൻ്റെ സ്വഭാവം: കാസർഗോഡ് നിന്ന് 3.7% സാമ്പിളാണ് നമ്മൾ ശേഖരിച്ചത്. കണ്ണൂരിൽ നിന്നാണ് ഈ സർവേയുടെ 7.1% സാമ്പിളും. വയനാട്ടിൽ നിന്ന് 1.5% സാമ്പിൾ എടുത്തപ്പോൾ കോഴിക്കോട് നിന്ന് 11.6% സാമ്പിൾ എടുത്തു. മലപ്പുറത്ത് നിന്ന് 11.1% സാമ്പിൾ എടുത്തു. പാലക്കാട് നിന്ന് 7.4%, തൃശ്ശൂരിൽ നിന്ന് 9.1% സാമ്പിളാണ് എടുത്തത്. മറ്റു ജില്ലകളുടെ കണക്കുകൾ കൂടി നോക്കാം. എറണാകുളത്ത് നിന്ന് 7.6%, ഇടുക്കിയിൽ നിന്ന് 3.8%, കോട്ടയത്ത് നിന്ന് 3.7%, ആലപ്പുഴയിൽ നിന്ന് 6.8%, പത്തനംതിട്ടയിൽ നിന്ന് 3%, കൊല്ലത്ത് നിന്ന് 10.7%, തിരുവനന്തപുരത്ത് നിന്ന് 12.9%. ഇങ്ങനെയാണ് നമ്മൾ ഈ സാമ്പിൾ എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ സാമ്പിളിങ്ങിന്റെ ഒരു പ്രത്യേകത കൂടി നമ്മളത് വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. സനീഷ്, കൂടുതൽ ഒന്നുകൂടെ വിശദമായിട്ട് ശാസ്ത്രീയതയെക്കുറിച്ച് തീർച്ചയായും അനിലിന് പറയാനും ഉണ്ടാവും. അതാണ് ഈ സാമ്പിളിങ്ങിൽ പ്രായാനുപാതം എങ്ങനെയായിരുന്നു. അതായത് നമ്മൾ തുടക്കത്തിൽ ഇന്നലെ നമ്മൾ പ്രായാനുപാതം പല കാര്യങ്ങളിലെയും 15 മുതൽ മുകളിലോട്ട് തൊട്ട് ആ പ്രായ വ്യത്യാസം നമ്മൾ പറഞ്ഞിരുന്നു. ഈ സാമ്പിളിങ്ങിൽ പ്രായാനുപാതം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. സാമ്പിളിങ്ങിലെ പ്രായാനുപാതം നമ്മൾ എടുത്തത് ഇങ്ങനെയാണ്. അതായത് 18 മുതൽ 25 വരെയുള്ള പ്രായക്കാരെ 11.5% പേരാണ് ഈ സാമ്പിളിംഗ് സർവേയിൽ പങ്കെടുത്തത്. 26 മുതൽ 35 വരെ പ്രായമുള്ള ആളുകളിൽ നിന്ന് 25.70% പേര് ഈ സർവേയിൽ വന്നു. 25.10% പേര് ഈ സർവേയിൽ വന്ന ആളുകളിൽ 25.10% പേര് 36 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള ആളുകളാണ്. 46 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ആളുകളിൽ നിന്നാണ് ഈ 100%-ലെ 26.70% പേര് വന്നത്. 60-ന് മുകളിൽ പ്രായമുള്ള ആളുകളിലെ 100%-ലെ 11% പേര് 60-ന് മുകളിൽ പ്രായമുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ അത് ഒന്നെനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് അനിലിനോട് സംസാരിച്ച് വരുന്നതായിരിക്കും. അതിനു മുമ്പ് സാമ്പിളിങ്ങിലെ മതാനുപാതം കൂടെ നോക്കാം. നമ്മൾ മതം വിശദമായിട്ട് പരിശോധിച്ചല്ലോ പലത്. സാമ്പിളിങ്ങിലെ മതാനുപാതം ഇങ്ങനെയാണ്. ഇതെല്ലാം നമ്മൾ കൃത്യമാക്കിയിട്ടാണ് മുന്നോട്ട് പോയത് എന്നാണ് കാണേണ്ടത്. മതാനുപാതം എങ്ങനെയാണ്? ഹിന്ദു 100% എന്ന കണക്ക്, ആകെയുള്ള ആളുകളിൽ ഹിന്ദു മതത്തിൽപ്പെട്ട 56.50% പേര് ഈ ഞങ്ങളോട് സർവേയിൽ പങ്കെടുത്തു. 26.50% പേരാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നത്. 16.80% പേരാണ് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നത്. നിരീശ്വരവാദി എന്ന് വെച്ചാൽ മത അറ്റാച്ച്ഡ് അല്ലാത്ത ആളുകളിൽ 2% പേരും നമ്മളെടുത്തു. ഇതാണ് അതിൻ്റെ കാര്യം. സർവേയിലെ സാമുദായിക പ്രാതിനിധ്യം ഇങ്ങനെ എന്ന് നോക്കാം. അതാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. ഇതാണ് അങ്ങനെയാണ്. അത് സാമുദായിക പ്രാതിനിധ്യം ഇങ്ങനെയാണ്. ജനറൽ വിഭാഗത്തിൽ നിന്ന് 32.90%, OBC 56% പേര്, SC 8.40% പേര്, ST 2.20% പേര്, ഭാഷാ ന്യൂനപക്ഷം 0.50% പേര്. ഇങ്ങനെയാണ് വന്നത്. എനിക്കൊന്ന് PG അണിലേക്ക് പോകാം. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നേ. നമ്മുടെ സംസ്ഥാനത്ത് ജനസംഖ്യ, ആ ജനസംഖ്യയിൽ OBC, SC, ST, ജനറൽ ഒക്കെ എങ്ങനെ നിൽക്കുന്നു എന്നതിൻ്റെ അതേ സാമ്പിളിങ്ങിലും അതേ ഇതാണ്. മതമാണെങ്കിലും അങ്ങനെയാണ്. ഇപ്പം 27% മുസ്ലിം എന്നത് ഈ 100%-ലെ 27%, 26.something%. പ്രായമാണേലും അങ്ങനെയാണ്. അപ്പോൾ അനിൽ, ഇത് ഞങ്ങളുടെ ഈ ഒരു മെത്തഡോളജി ഈ കാര്യങ്ങളെ ഒന്നുകൂടെ വ്യക്തമാക്കി തരാൻ ഉതകുന്ന വിധത്തിൽ കൃത്യമായി എന്ന അഭിപ്രായം തന്നെയല്ലേ താങ്കൾക്കുള്ളത്? അതെ, തീർച്ചയായിട്ടും. നമ്മളുടെ വിശദമായിട്ട് ഇതിൻ്റെ മെത്തഡോളജിയെ കുറിച്ച് പഠിച്ചിരുന്നു.
ഇത് ഞാൻ മനസ്സിലാക്കുന്ന ന്യൂസ് മലയാളത്തിൻ്റെ എഡിറ്റോറിയൽ ടീം തന്നെയാണ് ഇതിൻ്റെ ചോദ്യാവലി ഫൈനൽ ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡോളജി എന്ന് വെച്ചാൽ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്ന ശാസ്ത്രീയമായി വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള റെപ്രസെൻറ്റേറ്റീവ് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ഇതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഇവിടെ വിശദീകരിച്ചിരുന്നു 14 ജില്ലകളും ഈ സർവേയുടെ ഭാഗമായി ന്യൂസ് മലയാളം ഈ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, 60 മണ്ഡലങ്ങളാണ് കേരളത്തിൽ പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ 20 മണ്ഡലങ്ങൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി ഒരേ മുന്നണികളെ വിജയിപ്പിച്ച മണ്ഡലങ്ങളാണ് സ്ഥിര മണ്ഡലങ്ങൾ എന്ന രൂപത്തിൽ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള 40 മണ്ഡലങ്ങൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തങ്ങളായ മുന്നണികളെ പലപ്പോഴായി വിജയിപ്പിച്ചവരാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൻ്റെ സാമ്പിളിൻ്റെ രീതി. അടുത്തത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ മണ്ഡലത്തിലും 4 വീതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ സർവേക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും 4 വീതം വാർഡുകളും ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ വാർഡിലും 20 വീതം വീടുകളും സെലക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഈ വീടുകളിൽ പോയിട്ടാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 100% സാമ്പിളിൻ്റെ ആ പ്രാതിനിധ്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും അവിടുത്തെ ജനസംഖ്യയുടെയും അതുപോലെ മണ്ഡലങ്ങളുടെ പൊതു പ്രാതിനിധ്യത്തിൻ്റെയും ഒരു ശരിക്കുള്ളൊരു അനുപാതം ജില്ലകളിലെ സാമ്പിളുകളിൽ വളരെ പ്രകടമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ ഈ പറയുന്ന നമ്മുടെ ലിംഗാനുപാതത്തെ നോക്കി കഴിഞ്ഞാൽ ജെൻഡർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ സെൻസസിലുള്ളതിന് ഏതാണ്ട് അനുപാതികമായി തന്നെയുള്ള ഒരു കണക്കാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ആകെയുള്ള സാമ്പിളിൻ്റെ 48.8% ആളുകൾ ഇതിനകത്ത് സ്ത്രീകളും 51.1% ആളുകൾ പുരുഷന്മാരും 0.1% ആളുകൾ ട്രാൻസ്ജെൻഡേഴ്സുമാണ്. ഈ സാമ്പിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഈ പറയുന്നത്. അതുപോലെ ഈ ഏജ് വൈസുള്ള ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് വളരെ ശാസ്ത്രീയമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന പോലെ തന്നെയാണ്. ഏജ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ജനസംഖ്യയുടെ ആനുപാതികമായി ഓരോ ഏജ് ഗ്രൂപ്പിനും ആനുപാതികമായി തന്നെയാണ് ഈ സാമ്പിളുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഈ റിലീജിയൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയൻ എന്ന് പറയുന്നത് പിന്തുടരുന്ന ചില ആചാരക്രമങ്ങൾക്കപ്പുറത്തേക്ക് ഇതൊരു സംസ്കാരമാണ്. നമ്മളിൽ പലരുടെയും ആശയങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന രീതിയിൽ തന്നെയാണ് റിലീജിയനെ ഒരു രാഷ്ട്രീയ പഠന വിഷയത്തിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണുന്നത്. ഇവിടെ ഈ നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മുടെ സമൂഹത്തിലുള്ളതുപോലെ തന്നെ 25.5% ആളുകൾ നമ്മൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഇതിനകത്ത് പ്രതികരിച്ചിരിക്കുകയാണ്. അതുപോലെ ഇവിടെ സാക്ഷിന് ഇവിടെ സൂചിപ്പിച്ച പോലെ ആ ക്ലാസിഫിക്കേഷൻ കൃത്യമായി തന്നെ ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം പിന്നീട് വരുന്ന ഓരോ പ്രതികരണത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇതിൽ പ്രതികരിച്ചിരിക്കുന്ന 26.5% എന്ന് പറയുന്ന റെസ്പോണ്ടൻസാണ് പിന്നീടുള്ള പ്രതികരണങ്ങളിൽ നമ്മൾ 100%ആയും ആ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ റിലീജിയൻ്റെ 100% എന്ന് പറയുന്നത് ഈ ടോട്ടൽ സാമ്പിളിൻ്റെ 26.5 എന്ന് പറയുന്ന ആ നമ്പറിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന അവരുടെ അഭിപ്രായത്തെ നമ്മൾ ക്രോഡീകരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റനെയർ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതാണ്. ഇവിടെ ഈ പ്രതികരണങ്ങൾക്ക് അപ്പുറത്തേക്ക് വിശകലനങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുള്ളൊരു ചോദ്യാവലിയാണ് ഇതിനകത്ത് കണ്ടേക്കുന്നത്. ഇപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വളരെ കുറവാണ്. അതിനേക്കാൾ കൂടുതൽ ഓരോ വിഷയത്തിലും അവരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തലുകളായി പ്രകടിപ്പിക്കാൻ 4 പോയിൻറ്റ് സ്കെയിൽ 5 പോയിൻറ്റ് സ്കെയിൽ പോലെയുള്ള പല രീതിയിലും സ്കെയിൽ ചെയ്തേക്കുവാണ്. അപ്പോൾ അവിടെ അവർക്ക് ഏതാണോ അവർക്ക് അനുയോജ്യമായ പ്രതികരണം ആ പ്രതികരണം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു രീതി ഷെഡ്യൂളിനകത്ത് കാണുന്നുണ്ട്. മറ്റൊരു വിഷയം ഇപ്പം മുൻകൂട്ടി തീരുമാനിക്കുന്ന ചില ഉത്തരങ്ങൾ വേണം എന്നുദ്ദേശിച്ചുള്ള ചോദ്യങ്ങൾ ഇതിനകത്തില്ല. വളരെ നിഷ്പക്ഷമായിട്ട് വളരെ കൃത്യമായ ബാലൻസിങ് പാലിച്ചുകൊണ്ട് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ചോദ്യാവലിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂസ് മലയാളത്തിൻ്റെ എഡിറ്റോറിയൽ ടീം തന്നെ പരിശോധിച്ച് ഫൈനലൈസ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യാവലി എന്ന നിലയ്ക്ക് തന്നെ സമൂഹത്തിൻ്റെ എല്ലാ ചലനങ്ങളെയും അറിയുന്ന ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം തന്നെ ഇതിന് നേതൃത്വം നൽകി എന്നതാണ് ഈ ചോദ്യാവലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത.
ശരി, വളരെ വളരെ നന്ദി ശ്യാനിൽ ആ കാര്യത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു വിലയിരുത്തലും അപ്രീസിയേഷൻ കൂടെ നൽകിയതിന് വളരെ നന്ദി. അത് നമ്മൾ അർഹിക്കുന്നതാണ്. കാരണം ഈ വലിയ തിരക്ക് പിടിച്ച സമയത്തിനകത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ആൾബലമൊക്കെ വെച്ച് നമ്മളൊരു അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പണിയാണ് അതിന് മുകളിൽ എടുത്തത്. പക്ഷേ അപ്പോഴും അനിൽ പറഞ്ഞതിലുണ്ട്, നമ്മുടെ ഒരു രാഷ്ട്രീയമായിട്ട് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങളെ കാണണം എന്നത് സംബന്ധിച്ചുള്ള നല്ല ധാരണ നമുക്കുണ്ടായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ആദ്യം എഴുതിയത് ഒഴിവാക്കുകയും ഒരുപാട് ചോദ്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, അത് ഒന്നുകൂടെ വ്യക്തമായി കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഈ 140 മണ്ഡലങ്ങളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്, 14 ജില്ലകളിലായിട്ട്. അപ്പോൾ അതിനകത്ത് 60 മണ്ഡലങ്ങളാണ് 60 മണ്ഡലങ്ങളിലേക്കാണ് നമ്മൾ ചെന്നത്. പക്ഷേ അത് 140 മണ്ഡലങ്ങളുടെയും പ്രതിനിധാനം വഹിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ കോഴിക്കോട് 11% പേര് കോഴിക്കോട്ടുകാരാണ് നമ്മളോട് പ്രതികരിച്ച ആളുകൾ, നമ്മൾ ചെന്ന് സാമ്പിൾ എടുത്ത ആളുകൾ. പക്ഷേ വയനാട്ടിൽ 1.something ആളുകൾ മാത്രമേ ഉള്ളൂ, ശതമാനം മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം അവിടെയുള്ള മണ്ഡലങ്ങളുടെ എണ്ണക്കുറവ്, ജനസംഖ്യ അനുപാതം. കോഴിക്കോടും തിരുവനന്തപുരത്തും ആളുകൾ കൂടി നിൽക്കുന്നതും വയനാട്ടിലും മറ്റും കുറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ഇതെല്ലാം വളരെ ശാസ്ത്രീയമായിട്ട് ആലോചിച്ചിട്ടാണ് സാമ്പിൾ സൈസ് പോലും സെലക്ട് ചെയ്ത് എന്നാണ്. അതിനകത്ത് സനീഷ് ഒരു കാര്യം, ഇനിയിപ്പോൾ അടുത്ത ഏറ്റവും നിർണായകമായ ചില ചോദ്യങ്ങളുണ്ടല്ലോ, അതായത് ആരാണ് കേരളം ഭരിക്കുക എന്നുള്ള നിർണായകമായ ചോദ്യത്തിന് നമ്മളൊരു ഇടവേള കൊടുത്തത് എന്തുകൊണ്ടാണ്? പുതിയ വിഷയങ്ങൾ വന്നു. അതായത് ഇപ്പോൾ ഡീൽ അടക്കമുള്ള പുതിയ വിഷയങ്ങൾ വന്നു, പുതിയ വിഷയങ്ങളിലേക്ക് ചർച്ച പോയി. അപ്പോൾ ആ വിഷയങ്ങളെല്ലാം, പിന്നെ സ്ഥാനാർത്ഥികളെല്ലാം പൂർണ്ണമായി പ്ലേസ് ചെയ്യപ്പെട്ടു. ഇതിപ്പോൾ നമ്മൾ ഈ സർവേ നടക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓരോ ഘട്ടങ്ങളിലായി വിവിധ എണ്ണം സ്ഥാനാർത്ഥികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാറി. പുതിയ സാഹചര്യത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലായിടത്തും പ്ലേസ് ചെയ്യപ്പെട്ടു, കൃത്യമായ മത്സരം നടക്കുന്നു, വിഷയങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. അതിനുശേഷമുള്ള സാഹചര്യം എന്താണെന്ന് ഈ തിങ്കളാഴ്ച മുതൽ, അതായത് നാളെ മുതൽ നമ്മൾ പരിശോധിക്കുകയാണ്. ശനിയാഴ്ച അതെന്താണെന്നുള്ളത് നിങ്ങൾ അത് മാത്രമല്ല, അതായത് അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഹർഷം പറഞ്ഞ തന്നെ എന്നോട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ സീരിയസ് ആയിട്ടാണ് നമ്മുടെ സർവേ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ കാണുന്നത്. ഇപ്പോൾ UDF വേണ്ടിയിട്ട് കനുകൂലുവിൻ്റെ ടീമാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്നാണല്ലോ ഇവരെല്ലാവരും പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിരുന്ന് ഇത് കാണുന്നുണ്ടാവും. LDFൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന അവരുടെ കനുകൂലുക്കൾ ഇതിരുന്ന് കാണുന്നുണ്ടാകും. NDAയുടെ ആളുകൾ ഇത് കാണുന്നുണ്ടാകും. 10 ദിവസം ഇനി അങ്ങോട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് അവർക്ക് പിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ മാനേജ് ചെയ്യാൻ അവർ ശ്രമിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ മാനേജ്മെൻറ്റ് ശ്രമവും കൂടെ കഴിഞ്ഞിട്ട് എന്താണ് ജനങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്ന കാര്യം പരിശോധിക്കാനാണ് നമ്മൾ ഒരാഴ്ചക്കപ്പുറത്തേക്ക് ഒരു സർവേ കൂടെ, ഇതിൻ്റെ 2ാം ഘട്ടം കൂടെ നടത്തുകയും പറയുകയും ചെയ്യുന്നത്.